ചേട്ടാ, ഈ വത്സൻ തില്ലങ്കേരി സംസ്ഥാനത്തിൻ്റെ ഒരു സൂപ്പർ ആഭ്യന്തരമന്ത്രിയായി മാറുകയാണ്. കാരണം ഇക്കഴിഞ്ഞ ദിവസം പോലീസുമായി ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങളിൽ ADGP അജിത് കുമാറുമായിട്ട് വയനാട്ടിൽ വെച്ച് RSS നേതാവായ വത്സൻ തില്ലങ്കേരി ദീർഘമായ ചർച്ച നടത്തിയെന്നടക്കമുള്ള ആരോപണങ്ങൾ പുറത്തുവരുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് പവർഫുൾ ആണോ ഈ വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന RSSകാരൻ? തീർച്ചയായും വത്സൻ തില്ലങ്കേരി വെരി പവർഫുൾ. എനിക്ക് വത്സൻ തില്ലങ്കേരിയെ എൻ്റെ ചെറുപ്പത്തിൽ ഓർമ്മ വെച്ച കാലം പോലെ എനിക്കറിയുന്നൊരു മനുഷ്യനാണ്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് പറയുന്ന മലയോര പ്രദേശത്താണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് വത്സൻ തില്ലങ്കേരി. ഇരിട്ടിയിൽ വത്സൻ തില്ലങ്കേരിനെയൊക്കെ ഞാനൊക്കെ ഈ SFI കാലഘട്ടത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ബാലസംഘം കാലഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന പേര് ഞാൻ ആദ്യമായി കേൾക്കുന്നത്. അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന പേര് ഏറ്റവും കൂടുതലായി ഞാൻ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ 9ാം ക്ലാസ്സിലോ 10ാം പഠിക്കുന്ന സമയത്ത് SFIൻ്റെ ഒരു പണിമുടക്ക് വിദ്യാഭ്യാസ ബന്ദ് SFIയിലാണ്. അന്ന് വിദ്യാഭ്യാസ ബന്ദ് വന്നു. വിദ്യാഭ്യാസ ബന്ദ് വന്ന സമയത്ത് നമ്മൾ ഇരിട്ടി മേഖലയിലെ മിക്കവാറും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൂട്ടിച്ചു. അവിടെ ചെന്ന് നമ്മളവിടെ എഴുതി കൊടുക്കുക, കത്ത് എഴുതി കൊടുക്കുക, ഇന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുകയാണ് SFI, അതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം അടച്ചിടണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെ അടയ്ക്കാത്ത സ്ഥാപനങ്ങൾ ചെറിയ ചെറിയ മുദ്രാവാക്യം പ്രതിഷേധമൊക്കെ നടത്തി അടപ്പിക്കുക. അങ്ങനെ ഏകദേശം എനിക്ക് ചാർജ് ഉണ്ടായിരുന്ന സ്കൂളുകളിലൊക്കെ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ ഈ വിദ്യാഭ്യാസ ബന്ധം പൂർണ്ണമായി നടപ്പാക്കി നമ്മൾ ഏരിയ സെൻറ്ററിൽ വന്നു. ഏരിയ സെൻറ്ററിൽ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മാത്രം പ്രവർത്തിക്കുന്നു. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പേരെന്താണെന്നറിയോ? പ്രകൃതി വിദ്യാനികേതൻ എന്ന് പറയുന്നതാണ്. പൂർണ്ണമായും RSSൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൾ ആരാണെന്നറിയോ? ഈ പറയുന്ന വത്സൻ തില്ലങ്കേരി. വത്സൻ തില്ലങ്കേരി വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൾ ആയതുകൊണ്ട് തന്നെ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു SFI നേതാവിനും ധൈര്യമില്ല. കണ്ണൂരിലാണ്. ഇരിട്ടി എന്ന് പറയുന്ന പ്രദേശത്താണ്. കണ്ണൂർ ജില്ലയിലെ CPM വലിയ സ്വാധീനമുള്ള ഒരു മേഖലയിലാണ്. അവിടെ പോകാൻ വേണ്ടിയിട്ട് ആർക്കും ധൈര്യമില്ലാത്തത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വത്സൻ തില്ലങ്കേരി കൊടുവാളം എടുത്ത് നിൽക്കുന്നതുകൊണ്ടല്ല. വത്സൻ തില്ലങ്കേരി അവിടുത്തെ SFI പ്രവർത്തകരോടാണെങ്കിലും SFI നേതാക്കളോടാണെങ്കിലും CPMൻ്റെ നേതാക്കളോടാണെങ്കിലും കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതാക്കളോടാണെങ്കിലും ഇടപെടുന്ന അവരോട് കാണിക്കുന്ന ഒരു സ്നേഹവും സാഹോദര്യവും വ്യക്തിബന്ധം പുലർത്തുകയാണ്. പ്രത്യേകിച്ച് അന്നത്തെ എൻ്റെ SFI ഏരിയ സെക്രട്ടറി ആയിരുന്ന വ്യക്തി ഈ പ്രകൃതി വിദ്യാനികേതനിലാണ് ഡിഗ്രി പഠിച്ചത്. അതുകൊണ്ട് തന്നെ പുള്ളി അന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്, അതെനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. അവിടെ ചെന്ന് വത്സൻ മാഷിൻ്റെ മോൻ കണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പറ്റൂലപ്പാ. കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ഭാഷയിൽ പറയുന്നത് വത്സൻ മാഷിൻ്റെ മോൻ കണ്ട പിന്നെ ഒന്നും പറയാൻ പറ്റൂലപ്പാ എന്ന് പറയുന്ന ഒരു ഉണ്ട്. എന്നാൽ പിന്നെ നിങ്ങൾ ആരെങ്കിലും ചെല്ലുമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആ വ്യക്തി മാറി നിൽക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ചെല്ലുന്നു. അന്ന് ആരൊക്കെയോ പോയി, പക്ഷേ കാര്യം നടന്നില്ല. പിന്നീട് CAT പോയി. SFIക്കാർക്ക് നടത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടി ഏരിയ സെൻറ്ററിൽ അറിയിച്ച് മുതിർന്ന ആൾക്കാർ പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും കാര്യം നടന്നിട്ടില്ല. അതായത് ഇരിട്ടി മേഖലയിൽ ഏതൊരു വിദ്യാഭ്യാസം എന്ന് വന്നു കഴിഞ്ഞാലും SFIൻ്റെ ആയിക്കോട്ടെ മറ്റേത് സംഘടനകളുടെ വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞാലും ഒരിക്കലും കയറി ചെന്ന് അവിടെ അടപ്പിക്കാൻ പറ്റാത്തൊരു ഇടമാണ് ഈ പ്രകൃതി വിദ്യാനികേതൻ എന്ന് പറയുന്ന സ്ഥാപനം. എനിക്ക് തോന്നുന്നു ഏകദേശം 3000 കുട്ടികളോ മറ്റോ അവിടെ പഠിക്കുന്നുണ്ട്. അവിടുത്തെ കരിയർ ഗൈഡൻസ് കോച്ചിങ് ഒക്കെ ഇന്ന് ഇപ്പം എറണാകുളം ഭാഗത്തുനിന്ന് പോലും അവിടുത്തെ വിദ്യാർത്ഥികൾ അവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അത്രേ ഏറെ അവിടുത്തെ കരിയർ സ്ഥാപനത്തിന് വളരെയധികം വലിയ പ്രശസ്തി നേടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്രയും കാലമായി എനിക്ക് ഈ വത്സൻ തില്ലങ്കേരി എന്ന് പറഞ്ഞ മനുഷ്യനെ അറിയുന്നതുകൊണ്ട് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വലിയ ജനസാഗരം ഉണ്ടായിട്ടുള്ള സംഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു തീവ്രത, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഷാ ശൈലി, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു രീതി, ആ ഒഴുക്ക്, അതൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇത്ര വാക്കുകളുണ്ടോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും സംശയിച്ചു പോയിട്ടുള്ള ഘട്ടങ്ങളുണ്ട്. അദ്ദേഹം എല്ലാവരുമായിട്ടും കാത്തു സൂക്ഷിച്ച ഒരു വലിയ ആത്മബന്ധവും സാഹോദര്യബന്ധവും സൗഹൃദമുണ്ട്. ആ സൗഹൃദത്തിൻ്റെ പുറത്ത് തന്നെയായിരിക്കണം ഈ ജോർജ് കുര്യൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ വയനാട് ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ജോർജ് കുര്യൻ അവിടെ ദീർഘദിവസങ്ങളിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ. അപ്പോൾ ഈ RSSൻ്റെ ചുമതലയുള്ള വ്യക്തി എന്ന നിലയിൽ അവിടുത്തെ ഈ സേവാ പ്രവർത്തനങ്ങളിൽ, അവിടുത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ നേരിട്ടിടപെടുന്ന വളരെ പക്വമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ RSSൻ്റെ പ്രവർത്തകർ ധാരാളമായി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ഈ ജോർജ് കുര്യനുമായി ചർച്ച ചെയ്യാൻ പോകുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ജോർജ് കുര്യൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിക്ക് അവിടെ പോലീസ് സുരക്ഷയുണ്ട്, അല്ലെങ്കിൽ പോലീസ് കൂടെയുണ്ട്. ഈ ജോർജ് കുര്യനെ കാണാൻ വേണ്ടി ആണ് ADGP അജിത് കുമാർ അവിടെ ചെല്ലുന്നത്. ഈ അജിത് കുമാർ അവിടെ ചെല്ലുന്ന സമയത്ത് വളരെയധികം സൗഹൃദം ഉള്ള ഈ പ്രത്യേകിച്ച് വ്യക്തിബന്ധമുള്ള ഈ വത്സൻ തില്ലങ്കേരി അവിടെ കാണുന്നു. വത്സൻ തില്ലങ്കേരി ഏതൊരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാലും വളരെയധികം രസകരമായിട്ടൊന്ന് പുഞ്ചിരിക്കും. സുഖമാണോ എന്ന് ചോദിക്കും. എടിയെ ഇപ്പോൾ കുറേ ആയാലും കണ്ടിട്ട്
പുള്ളിൻ്റെ ഒരു കണ്ണൂർ ഭാഷയിൽ പറയുന്ന ഒരു സാധനമുണ്ട്. AD ഇപ്പോൾ കുറേ നാളെല്ലാം കണ്ടിട്ട് അതേ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും. ഏകദേശം 5 മിനിറ്റോളം നീണ്ടു നിന്നു ആ ഒരു സംസാരം എന്നാണ് വത്സൻ തില്ലങ്കേരി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതിനൊന്നും വലിയ തരത്തിൽ പർവ്വതീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സംസ്ഥാനത്തിന്റെ പോലീസിന്റെ ഉപമേധാവിയുമായിട്ട് ഒരു RSS പോലൊരു സംഘടനയുടെ നേതാവ് നടത്തിയ കൂടിക്കാഴ്ച എന്ന നിലയിൽ അതിന് വലിയൊരു അർത്ഥമുണ്ട്. അപ്പോൾ എന്തായിരിക്കും ആ സംസാരിച്ചിരിക്കുക? വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലേ, അവിടെ സ്വാഭാവികമായിട്ടും വത്സൻ തില്ലങ്കേരി തന്നെ ആ കാര്യത്തിൽ വ്യക്തമായിട്ടുണ്ട്. അവിടെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേവാഭാരതിയുടെ ആംബുലൻസുകൾ ആ ഭാഗത്തേക്ക് കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് തടഞ്ഞ ഒരു സംഭവമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സംഘടനകളിൽ ആംബുലൻസ് വരുന്നു, ഒരുപാട് ആംബുലൻസുകൾ ആ പ്രദേശത്തേക്ക് ഒന്നിച്ച് പോകുന്ന സമയത്ത് പോലീസ് സ്വാഭാവികമായിട്ടും ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പം സേവാഭാരതിൻ്റെ ആംബുലൻസ് അല്ലാതെ മറ്റ് സംഘടനകളിലെ ആംബുലൻസുകൾ തടഞ്ഞിട്ടുണ്ടാകാം, എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തതയില്ല. അപ്പോൾ ഈ ഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പല വാഹനങ്ങൾ അവിടത്തേക്ക് വരുമ്പോൾ ഇതൊന്നും തന്നെ ചെയ്യേണ്ട. നേരത്തെ നമ്മൾ വൈറ്റ് ഗാർഡിൻ്റെ ഒക്കെ കാര്യം കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ചെയ്യണം, ഇതിന് സർക്കാർ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഭക്ഷണം കൊണ്ടുവരുന്ന ഘട്ടത്തിൽ പലപ്പോഴായിട്ട് പല വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ സേവാഭാരതിൻ്റെ വാഹനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം തടഞ്ഞ ഘട്ടത്തിൽ ആ വിഷയത്തിൽ ഒരു വിസ്തീർണം അതിന് വേണ്ടിയിട്ടുള്ള സേവാഭാരതിയുടെ വാഹനങ്ങൾ അവിടെ തടഞ്ഞപ്പെട്ടിട്ടുണ്ട്, അത് റിലീസ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടാവാമെന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ പൊതുവേ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തൃശ്ശൂർ പൂരം കലക്കി തന്നത് അവിടെ വെച്ച് പറയാൻ പറ്റുമോ? സന്ദർഭം നോക്കണം അഭിഷേകെ. തൃശ്ശൂർ പൂരം കലക്കി തന്നത് അവിടെ വെച്ചിട്ട് വത്സൻ തില്ലങ്കേരിക്ക് ADGPനോട് പറയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറ്റുമോ? അതല്ലല്ലോ ഒരു സാഹചര്യം. പക്ഷേ തൃശ്ശൂർ പൂരത്തിൽ ഈ സേവാഭാരതിയുടെ ആംബുലൻസിലാണ് സുരേഷ് ഗോപി എത്തിയത്. അങ്ങനെ ഒരു തരത്തിൽ അല്ല, സ്വാഭാവികമായിട്ടും തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് തൃശ്ശൂർ നമ്മൾ പലപ്പോഴും റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോയിട്ടുള്ളതാണ്. തൃശ്ശൂർ നഗരം നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു ക്രൗഡ് ഉണ്ടാകുന്നു. ആ ക്രൗഡ് ഉണ്ടാകുന്ന സമയത്ത് മറ്റു വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്ന സാഹചര്യമില്ല. പോലീസ് വാഹനങ്ങളും ഈ ആംബുലൻസും മാത്രമാണ് കടത്തിവിടുന്ന ഒരു സാഹചര്യമുള്ളത്. അവിടെ ഒരു ഇഷ്യൂ അവിടെ പെട്ടെന്ന് ഫോം ചെയ്യുന്ന ഘട്ടത്തിൽ സുരേഷ് ഗോപിയുടെ സ്വകാര്യ വാഹനത്തിലോ അല്ലെങ്കിൽ BJP നേതാവിൻ്റെ BJP ജില്ലാ കമ്മിറ്റിയുടെ വാഹനത്തിൽ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഇഷ്യൂ സോൾവ് ചെയ്യുക. പക്ഷെ ആംബുലൻസ് അങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഞാൻ കരുതുന്നില്ല. ആംബുലൻസ് എന്ന് പറയുന്നത് അവിടെ നമ്മുടെ അല്ല, ഞാൻ പറയുന്നത് അവിടെ ബീക്കൺ ലൈറ്റ് വെച്ചിട്ടുള്ള പോലീസ് വാഹനം നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ അതിനെ ന്യായീകരിക്കുമല്ല, ഞാൻ പറയുന്നത് അതിനകത്തെ മാർഗമല്ല, അതിനകത്തെ ലക്ഷ്യമാണ്. അവിടെ ആ ഈ പൂരത്തിന് ഇടയിൽ ഉണ്ടായിട്ടുള്ള അസ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങൾ, ആ സംഭവം അവിടെ സോൾവ് ചെയ്യപ്പെടേണ്ടതാണ്. ആ സോൾവ് ചെയ്യപ്പെടുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞാൽ മാർഗം അവിടെ പ്രശ്നമല്ല, ലക്ഷ്യം തന്നെയാണ്. നമ്മൾ പലപ്പോഴും ചില ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി മാർഗങ്ങൾ ഏതും സ്വീകരിക്കും. അതിന് ചിലപ്പം നമുക്ക് ആ സമയത്ത് അതിനെ എന്താ പറയുക നീതീകരിക്കാൻ പറ്റാത്ത ചില മാർഗങ്ങൾ പോലും വേണമെങ്കിൽ സ്വീകരിക്കാം. പക്ഷേ അവിടെ ലക്ഷ്യമാണ് പ്രധാനം. ആ പൂരം അവിടെ ഒട്ടേറെ പേർ എത്തുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നു, അവരുടെ എല്ലാം തന്നെ വലിയ വൈകാരികമായിട്ടുള്ള സംഭവമായി മാറുന്നു. അവിടെ പൂരത്തിന് ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, വെടിക്കെട്ട് നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, പോലീസ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്ന പത്തരം അവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ എത്തി ലാൻഡ് ചെയ്ത് ആ പ്രശ്നം സോൾവ് ചെയ്തു എന്നുള്ളടത്താണ് അവിടെ നമ്മൾ കാണുന്നത്. സേവാഭാരതിയുടെ ആംബുലൻസിലാണല്ലോ സുരേഷ് ഗോപി അവിടെ വന്നത്. അപ്പോൾ ഇത് ഒരു പ്ലാൻഡ് സ്ട്രാറ്റജീൻ്റെ ഭാഗമാണ് എന്ന തരത്തിലേക്ക് ഇതിനെ നിരീക്ഷിക്കപ്പെടുന്നത് തന്നെ തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. ആ ഒരു വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിലടക്കം ആ ഒരു സംഭവം നിർണായകമായ ഒരു സാധനമാണ്. അപ്പോൾ അതിൽ വത്സൻ തില്ലങ്കേരി കൗശലക്കാരനായ ഒരു RSSകാരൻ്റെ ബുദ്ധി അതിൽ ഉണ്ട് എന്ന് സംശയിക്കുന്നതിൽ ആർക്കും തെറ്റു പറയാൻ പറ്റില്ലല്ലോ. അല്ല, സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി അവിടെ വിജയിക്കണം എന്നുള്ളത് സംഘപരിവാറിൻ്റെ മൊത്തത്തിലുള്ള ആഗ്രഹമാണ്, ദേശീയ BJPയുടെ തന്നെ ആഗ്രഹമാണ്. ആ ആഗ്രഹം എന്നുള്ളത് അവർ ഒരിക്കലും തന്നെ മറച്ചു വെച്ചിട്ടില്ല. കേന്ദ്രമന്ത്രിയായിരിക്കും സുരേഷ് ഗോപി അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഈ പൂരത്തിനിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന സംഘടന അത് വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും RSSും BJPയും ഒക്കെ തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും ഈ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും RSSും അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ അവിടെ കൃത്യമായി ഇടപെട്ടതും അവിടുത്തെ ഏറ്റവും കൂടുതൽ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയത് ഈ സംഘപരിവാർ പ്രവർത്തകരാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ ഏറ്റുവാങ്ങിയത് സംഘപരിവാർ പ്രവർത്തകരാണ്. അവിടെ കോൺഗ്രസ്സുകാരല്ല പോയത്, മറ്റാരും തന്നെയല്ല പോയത്. അപ്പോൾ ഈ വിശ്വാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ അവിടെ RSS കൃത്യമായി ഇടപെടും, അവിടെ ഹിന്ദു ഐക്യവേദി ഇടപെടും, വിശ്വ ഹിന്ദു പരിഷത്ത് ഇടപെടും, അവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹൈന്ദവ സംഘടനകൾ ഇടപെടും, ക്ഷേത്ര സംഘടനകൾ ഇടപെടും. ആ സംഘടനകൾ ഇടപെടുന്നത് അവരുടെ ഉത്തരവാദിത്വമാണത്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഹിന്ദു സംഘടനകൾ ഇടപെട്ടു എന്ന് പറയുന്നത് സത്യമാണ്. അല്ല, തൃശ്ശൂർ പൂരം അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന വൈകാരിക പ്രശ്നം അവിടെ തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു സംഘടനകൾ ഇടപെട്ടിട്ടുണ്ടാകാം. പക്ഷേ തൃശ്ശൂർ പൂരം എന്നത് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നതിനപ്പുറം ഒരു സാംസ്കാരികമായ ഉത്സവമായി കൊണ്ടാടപ്പെടുന്ന ഒരു പൂരമാണ്. അല്ല, തീർച്ചയായും അങ്ങനെ കൊണ്ടാടപ്പെടണം. അപ്പോൾ ഹിന്ദുക്കളുടെ മാത്രം അവകാശപ്പെടാൻ പറ്റില്ലല്ലോ. അല്ല,
അല്ല, ഹിന്ദുവിൻ്റെ വിശ്വാസമാണല്ലോ അവിടെ ഹനിക്കപ്പെടാൻ പോകുന്നത്. ശബരിമലയിലേക്ക് ഏത് മതസ്ഥരും കയറാൻ പോകും. പക്ഷേ ഇത് വെച്ച് എല്ലാ മതസ്ഥരും ഈ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് മതിൽ തീർക്കാനോ അല്ലെങ്കിൽ മറ്റേ കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല, ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വത്സൻ തില്ലങ്കേരി ADGP അജിത് കുമാറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അതും ഇതും തമ്മിൽ ക്ലബ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഞാൻ പറയുന്നത് ഞാൻ ഒരു പോയിന്റ് കൂടെ പറയാം. ഞാനിപ്പോൾ പറയുന്നു, അവിടെ ജോർജ് കുര്യനുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഘട്ടത്തിൽ മുഹമ്മദ് റിയാസാണ് വന്നതെന്ന് കരുതാം. മുഹമ്മദ് റിയാസ് വന്നു കഴിഞ്ഞാൽ ഇതേ വത്സൻ തില്ലങ്കേരി മുഹമ്മദ് റിയാസുമായിട്ട് സംസാരിക്കും. അവിടെ വന്നത് മറ്റ് നമ്മുടെ സ്പീക്കറായിട്ടുള്ള ഷംസീർ ആണെന്ന് വിചാരിക്കുക. ഷംസീർ ആണെങ്കിൽ അവർ കുറച്ചും കൂടെ സൗഹൃദമായിട്ട് സംസാരിക്കും. പ്രത്യേകിച്ച് ഷംസീർ SFI കാലഘട്ടത്തിലൂടെ വളർന്നു വരുന്ന ഘട്ടത്തിൽ, DYFI കാലഘട്ടത്തിലൂടെ വളർന്നു വരുന്ന ഘട്ടത്തിൽ മാഷ എന്ന് മാത്രമാണ് ഷംസീർ ഉൾപ്പെടെയുള്ള SFIൻ്റെയും CPMൻ്റെയും അല്ലെങ്കിൽ DYFIയുടെ നേതാക്കൾ വത്സൻ തില്ലങ്കേരിനെ അവിടെ അഭിസംബോധന ചെയ്യാറുള്ളൂ. മാഷ എപ്പോൾ എത്തി, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഷംസീർ അവിടെ ഇരുന്ന് സംസാരിക്കും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സംസാരിച്ചൂടെ, അല്ലെങ്കിൽ ഇതിന് വേറെ ഒരു ടോൺ നമുക്ക് നൽകിയൂടെ? ഷംസീർ ഉൾപ്പെടെയുള്ളവർ പൂരങ്ങളൊക്കെ വേണ്ടി കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വാദം പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ? വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന നേതാവ്, വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന ആധ്യാത്മിക പ്രഭാഷകൻ, വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന RSSൻ്റെ അഭിവാജ്യ ഘടകമായിട്ടുള്ള വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന ഒരു നല്ല പ്രാസംഗികൻ, ആ നേതാവ് അവിടെ ഇടപെട്ടത് അവിടുത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടത്തിയുള്ളത്. സേവാഭാരതിയുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. നിങ്ങൾ ഇതിനകത്ത് ഈ അഭിഷേക് ഉൾപ്പെടെയുള്ളവർ നിങ്ങൾ വത്സൻ തില്ലങ്കേരി സൂപ്പർ ആഭ്യന്തരമന്ത്രി എന്ന നിലയിലേക്ക് വിളിക്കുന്നതിൽ RSSകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സന്തോഷമാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ വാക്ക് ആദ്യമായി ഉയർത്തിക്കൊണ്ട് വന്നത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ അഭിഷേകിന്? ശബരിമല സമയത്താണ്. ശബരിമലയിൽ നമ്മുടെ ശബരിമലയിൽ എനിക്ക് തോന്നുന്നത് ശബരിമലയിൽ നട തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തൊട്ട് മുമ്പത്തെ മാസം ഒക്ടോബറിലോ നവംബറിലോ എങ്ങാണ്ടാണ് എനിക്ക് തോന്നുന്നു. അവിടെ ഒരു വിഷയം വന്ന സമയത്ത് ഒരു 52 വയസ്സുള്ള ഒരു സ്ത്രീ അവിടത്തേക്ക്, 52-54 വയസ്സുള്ള സ്ത്രീ അവിടത്തേക്ക് വരുന്നു. ആരോ പെട്ടെന്ന് ഇവരുടെ ലുക്കും അവരുടെ ഒരു ബോഡി ലാംഗ്വേജൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളരെ യങ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ആരോ അവിടെ നിന്ന് പെട്ടെന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള ടോണിലുള്ള ശരണം വിളി അവിടെ നടത്തി. അത് അവിടുത്തെ ഒരു സിഗ്നലായിരുന്നു. പ്രത്യേക ടോണിലുള്ള ശരണം വിളി, അവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന തരത്തിലേക്ക് ആളുകളെ പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടിയും അവിടെ കൂടി നിൽക്കുന്ന വിശ്വാസ സംരക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ടും ഒരു പ്രത്യേക ടോണിൽ ശരണം വിളി ഉണ്ടാകുന്നു. പെട്ടെന്ന് തന്നെ ആളുകൾ വളരെ കൂട്ടമായിട്ട് അവിടെ എത്തുന്നു, വിശ്വാസികൾ പെട്ടെന്ന് 18-ാം പടിയുടെ താഴെ 2-3 വലയം വെക്കുന്നു. അവിടെ 18-ാം പടിയുടെ താഴെ ഒരുപാട് വിശ്വാസികൾ എത്തുന്നു. 18-ാം പടി മുകളിലേക്ക് പെട്ടെന്ന് ആളുകൾ പോകുന്നു. അവിടെ പോലീസ് അലേർട്ട് ആകുന്നു. മൊത്തത്തിൽ പ്രശ്നമാണ്. പോലീസിന് അവിടെ ഒരു ലാത്തി ചാർജ് നടത്തുക എന്നതിന് അപ്പുറത്തായിട്ട് അവിടുത്തെ ആളുകളെ പിരിച്ചുവിടാൻ പറ്റാത്ത വലിയ സാഹചര്യം ഉണ്ടാകുന്നു. ആ സമയത്താണ് വത്സൻ തില്ലങ്കേരി 18-ാം പടിക്ക് മുന്നിൽ തിരിഞ്ഞു നിന്നു, പിൻഭാഗം കാണിച്ചു എന്ന് പറഞ്ഞ വിഷയമൊക്കെ വന്നത്. മാത്രമല്ല നമ്മുടെ നടപ്പന്തലിൽ ഒരാളുടെ തല ഉടയ്ക്കാൻ വേണ്ടിയിട്ട്, തല അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി തേങ്ങ പിടിച്ച് ഇരുമുടിക്കെട്ടിൽ നിന്നുള്ള തേങ്ങ പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ വന്നത് ആ ഒരു ഘട്ടത്തിലാണ്. അങ്ങനെ വന്ന ഘട്ടത്തിൽ പോലീസിന് അവിടെ ആ വിഷയം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ലാത്തി ചാർജ് നടത്തണം. ശബരിമല പോലത്തെ വളരെ ചെറിയ സ്പേസ് ഉള്ള ഒരു സ്ഥലത്ത് ലാത്തി ചാർജ് നടത്തി കഴിഞ്ഞാൽ അത് എത്രത്തോളം ഭീകരമായ പ്രശ്നമായി മാറും. ഒരുപാട് പോലീസുകാർക്ക് പരിക്കും, ഒരുപാട് വിശ്വാസികൾക്ക് പരിക്കും. നാഷണൽ ഇഷ്യൂ ആവും. ശബരിമലയുടെ മുകളിൽ അത്ര ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ശബരിമലേൻ്റെ താഴെ പന്തളത്ത്, നിലയ്ക്കലിൽ ഇവിടെയൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ധാരാളം പേർ കൊല്ലപ്പെടും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് ഈ ഇദ്ദേഹത്തിൻ്റെ മുകളിൽ കുറച്ച് ആളുകളെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടി തലമേനെ പൊക്കം കുറഞ്ഞൊരു മനുഷ്യനാണ് വത്സൻ തില്ലങ്കേരി. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ മറ്റോ ആളുകളെല്ലാം അഭിസംബോധന ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആ പടിയുടെ മുകളിലേക്ക് കയറി നിന്നിട്ട് അദ്ദേഹം ആളുകളെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് പറയുന്നത്, മാഷെ ഒന്ന് ഇപ്പുറത്തേക്ക്, അല്ലെങ്കിൽ വത്സൻ തില്ലങ്കേരി ഒന്ന് വന്നിട്ട് ഒന്ന് സംസാരിക്കണം, ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യണം എന്ന് പറയുന്നത്. ആ സമയത്ത് പോലീസിൻ്റെ മെഗാഫോൺ ആദ്യം ഉപയോഗിക്കുന്നതല്ല വത്സൻ തില്ലങ്കേരി. ഈ വത്സൻ തില്ലങ്കേരിൻ്റെ തൊട്ട് സൈഡിൽ മാധ്യമപ്രവർത്തകനായി ഞാൻ അവിടെ നിന്ന് റിപ്പോർട്ടിങ്ങിന് വേണ്ടി ലൈവിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വത്സൻ തില്ലങ്കേരി ആദ്യഘട്ടത്തിൽ ഈ മെഗാഫോൺ എടുക്കുന്നില്ല, അവിടെ നിന്ന് സംസാരിക്കുകയാണ്. വത്സൻ തില്ലങ്കേരിക്ക് ഏറ്റവും ഉയർന്ന ശബ്ദത്തിൽ സംസാരിച്ചിട്ട് പോലും ആളുകൾ അടങ്ങുന്നില്ല. കാരണം ഈ ശബ്ദം അങ്ങോട്ട് കേൾക്കുന്നില്ല. അങ്ങനെ കേൾക്കുന്നില്ലാത്ത പക്ഷമാണ് പെട്ടെന്ന് പോലീസ് അവരുടെ മെഗാഫോൺ എടുത്തു കൊടുക്കുകയും അതിൻ്റെ അകത്ത് വത്സൻ തില്ലങ്കേരി എല്ലാവരും ശാന്തമാകണം, അങ്ങനെ ഒരു സ്ത്രീയും ഒരു യുവതിയും ഈ ഭാഗത്തേക്ക് കടന്നു വന്നിട്ടില്ല, അതിനെല്ലാം തന്നെ നിരീക്ഷിക്കാനും അതെല്ലാം തന്നെ നോക്കിക്കാണാനുമുള്ള സംവിധാനം ഇവിടെയുണ്ട്, അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു
ഒഴിഞ്ഞു പോകണം എന്ന് പറയുകയും തൊട്ട് പിന്നാലെ എവിടെ നിന്നോ ഒരു വിസിൽ മുഴക്കം കേൾക്കുന്നതോടുകൂടി പെട്ടെന്ന് വലിയൊരു പൂരമായി നിന്നിരുന്ന ആളുകൾ അവിടെ ഇല്ലാതെ അലിഞ്ഞു തീർന്നു പോകുന്ന തരത്തിലേക്ക് വിവിധ തലങ്ങളിലേക്ക് ആ വിശ്വാസികളെല്ലാം തന്നെ പോവുകയും അവിടുത്തെ പ്രശ്നം സോൾവ് ആക്കുകയും ചെയ്തു. പോലീസിൻ്റെ മെഗാഫോൺ അവിടെ ഉപയോഗിച്ചത് പിന്നീട് നിയമസഭയിൽ ഉൾപ്പെടെ RSSന് വേണ്ടി, അല്ലെങ്കിൽ RSS നേതാവ് ആ മെഗാഫോണിൽ സംസാരിച്ചതിനെയൊക്കെ വലിയ തരത്തിൽ വിമർശനം നേരിട്ടത് ഘട്ടത്തിൽ പോലും അന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞൊരു വാക്കുണ്ട്, അവിടുത്തെ പ്രശ്നം ലഘൂകരിക്കുക, പ്രശ്നം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വത്സൻ തില്ലങ്കേരിക്ക് ആ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലാത്ത സാഹചര്യം വന്നപ്പോഴാണ് മെഗാഫോൺ കൊടുത്തതെന്ന്. അന്ന് ഒരു ഘട്ടത്തിൽ അന്ന് ഏതൊക്കെയോ ഓൺലൈൻ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ചില മാധ്യമങ്ങളുമാണ് പറഞ്ഞത് കേരളത്തിൻ്റെ സൂപ്പർ ആഭ്യന്തരമന്ത്രിയാണ് RSS നേതാവ് വത്സൻ തില്ലങ്കേരി. അതാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന നേതാവ് RSSൻ്റെ എല്ലാ പ്രവർത്തകർക്കും വളരെ പ്രിയങ്കരനായ വ്യക്തിയാണ്. വത്സൻ തില്ലങ്കേരിയായിട്ട് ഒരു തവണ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ സൗഹൃദം എത്ര വർഷത്തിന് ശേഷം കണ്ടു കഴിഞ്ഞാലും ഒരേ സുഖമാണോ എന്ന് ചോദിച്ചാൽ പേര് വിളിച്ച് ചോദിക്കാൻ പറ്റുന്ന ഒരു സൗഹൃദം മനസ്സിൽ മെമ്മറിയിൽ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനാണ് വത്സൻ തില്ലങ്കേരി എന്നാണ്. അങ്ങനെ ഒരു വ്യക്തിയുമായി ഒരിക്കൽ ADGP അജിത് കുമാറിനെ പോലെ, നേരത്തെ മുമ്പ് കണ്ണൂരിലടക്കം വർക്ക് ചെയ്തിട്ടുള്ള അജിത് കുമാറിനെ പോലെയുള്ള ഒരു വ്യക്തി ഈ വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന ഒരു ഇത്രയും ഏറെ സൗഹൃദത്തിന് പ്രാധാന്യം വില കൊടുക്കുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അവിടെ ഒരു 5 മിനിറ്റ് സംസാരിച്ചെന്ന് പറഞ്ഞാൽ അതിന് ഇത്രത്തോളം ഒരു രാഷ്ട്രീയ വീര്യം കൊടുക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയ നിറം കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ കേരള പോലീസിൽ RSSകാർ വർദ്ധിക്കുന്നു എന്നത് PV അൻവറിൻ്റെ ഒരു വലിയൊരു ആരോപണമാണ്. അഭിഷേകെ, ഈ RSS എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ട സംഘടന ഒന്നല്ല. ഇപ്പം ഒരു കാലത്ത് ഒരു ഇതിൻ്റെ പേരിൽ നിരോധിക്കപ്പെട്ടിരുന്നു എന്നുള്ളതൊക്കെ, എന്തായാലും ഇപ്പോൾ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയല്ല. ആ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടന അല്ലാത്തടത്തോളം കാലം, RSS എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംഘടന അല്ലാത്തടത്തോളം കാലം അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ എന്താണ് തെറ്റ്? നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷേ പോലീസുകാർ ആണ്. അല്ല, പോലീസുകാരായിക്കോട്ടെ, RSS എന്ന് പറയുന്നത് ഒരു സർവീസ് സംഘടനയാണ്, അതൊരു സന്നദ്ധ സംഘടനയാണ്. ആ സന്നദ്ധ സംഘടനയിൽ ഇപ്പം പോലീസ് എങ്ങനെയാണ് ഇത്രയധികം RSS വിരുദ്ധർ ഈ നാട്ടിലുണ്ടാകുന്നത്? സ്വാഭാവികമായിട്ടും എല്ലാ ഇത് അമ്മയെ തല്ലിയ പോലും ഒരു സർവീസ് സംഘടനയാണെങ്കിൽ ഇത്രയധികം, സന്നദ്ധ സംഘടനയാണെങ്കിൽ എങ്ങനെയാണ് ഇത്രയധികം ഒരു സൈബർ ആക്രമണം RSSന് നേരിടേണ്ടി വരുന്നത്? സ്വാഭാവികമായിട്ടും ഇന്ത്യ ഭരിക്കുന്നത് RSS ആണല്ലോ. നാഗ്പൂരിൽ നിന്ന് ഒരു സന്നദ്ധ സംഘടനയാണെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യ ഭരിക്കാൻ പറ്റുക? അല്ല, RSSന്റെ രാഷ്ട്രീയ സംഘടനയാണ് BJP. RSSന്റെ രാഷ്ട്രീയ സംഘടനയാണ് BJP. RSSന്റെ അല്ല, RSSന് വിവിധ പോഷക സംഘടനകളുണ്ട്. RSS ഒരു സന്നദ്ധ സംഘടനയാണ്. RSS 1925 രൂപീകരിക്കപ്പെട്ടുവെങ്കിലും RSS രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നത് വളരെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. ഇപ്പോൾ 100ാം വാർഷികം RSS ആഘോഷിക്കാൻ പോകുന്ന ഘട്ടത്തിൽ ഈ അടുത്ത് പറയുന്ന വിജയദശമി കൊടുത്ത 2025 വരെയുള്ള വിജയദശമി കാലഘട്ടത്തിൽ RSS 100ാം വാർഷികം ആഘോഷിക്കാൻ പോവാണ്. രാജ്യത്തെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും RSSന് സംഘശാഖ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് RSS പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും 100ാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ അതാണ് RSS ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. RSS ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഉച്ചനീതിത്വവും മനുഷ്യർ തമ്മിലുള്ള തൊട്ടുകൂടായ്മയും ജാതി വിവേചനം ഇതെല്ലാം തന്നെ ഇല്ലാതാകണം RSSന് 100ാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ നിന്നാണ്. RSS ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ദളിതരെന്നോ അല്ലെങ്കിൽ എന്താ പറയുക സവർണർ എന്നുള്ള വേർതിരിവില്ലാതെ എല്ലാ വിശ്വാസികൾക്കും ക്ഷേത്രപ്രവേശനം നടപ്പാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണമെന്നാണ് RSS ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജാതി മത വിവേചനമില്ലാതെ എല്ലാവരും ഹിന്ദുക്കളാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കാരാണ്, ഹൈന്ദവരാണ്, അല്ലെങ്കിൽ ഭാരതീയരാണ് എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം എന്നുള്ള സംസ്കാരം, ആ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ മുസ്ലിം ഇല്ല, ഹിന്ദു ഇല്ല, ക്രിസ്ത്യൻ ഇല്ല, ഇന്ത്യയിൽ ജീവിക്കുന്ന, ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഒരുപോലെയാണ് എന്ന തരത്തിലുള്ള ഒരു വിശ്വാസ പ്രമാണമാണ് RSS കൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഒരു സംഘടനയാണ് RSS. ആ സംഘടന അങ്ങനെ ഒരു വിശ്വാസ പ്രമാണം കൊണ്ട് നടക്കുന്ന സമയത്ത് വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അവിടെ നിന്ന് അന്യവൽക്കരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ലോകം മൊത്തം ഭീഷണിയായി നിൽക്കുന്ന ഇസ്ലാമിസ്റ്റ് സ്വഭാവക്കാർ, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് ചിന്താഗതിക്കാർ, ആ ചിന്താഗതിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയും കീഴടക്കണം. 2036 അല്ലെങ്കിൽ 2051 ഇന്ത്യയിൽ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടാകുമെന്ന് പറഞ്ഞ ആളൊക്കെ ഇപ്പോൾ തീഹാർ ജയിലിലല്ലേ ഉള്ളത്, അല്ലേ? ആഭ്യന്തരമന്ത്രി ആയിരിക്കും എന്ന് പറഞ്ഞാൽ മറ്റേ പള്ളിന് വിടവുണ്ടായിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ, ആ മനുഷ്യൻ ഇപ്പോൾ തീഹാർ ജയിലിലുള്ളത്. അങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്ന ഒരു സമൂഹം കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു ജിഹാദി സ്വപ്നം കണ്ടിരുന്ന ഇസ്ലാമിസ്റ്റ് സ്വപ്നം വത്സൻ തില്ലങ്കേരിക്ക് ഉണ്ടാകും കേരളത്തിന്റെ
ആഭ്യന്തര അയ്യോ വത്സൻ തില്ലങ്കേരി എന്ന മനുഷ്യനെ തൊട്ടറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആ മനുഷ്യനെ ഏറ്റവും അടുത്തറിഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വത്സൻ തില്ലങ്കേരിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ മോഹമുള്ള വ്യക്തിയല്ല. ഒട്ടേറെ ഘട്ടങ്ങളിലായി RSS വത്സൻ തില്ലങ്കേരിയോട് BJPയുടെ ചുമതലയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഈ ശാഖകളുമായി ബന്ധപ്പെട്ട് സംഘവുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ തന്നെയാണ് ഒട്ടേറെ ഇഷ്ടം എന്ന് പറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം ആ മാതൃസംഘടനയിൽ തല നിൽക്കുകയാണ്. അതിൻ്റെ അത്രയും ഒരു സന്തോഷം, അതിൻ്റെ അത്രയും ഒരു സമാധാനം ഇതൊന്നും തന്നെ വേറെ ഒരു സംഘടനയിൽ പോയാൽ കിട്ടില്ലെന്ന് തന്നെയാണ് ആ മനുഷ്യൻ വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ തന്നെയാണ് ആ മനുഷ്യനെ അടുത്തറിയുന്നവരെല്ലാവരിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരവും. അതുകൊണ്ട് ഈ അജിത്കുമാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾക്ക് ഇത്രയേറെ രാഷ്ട്രീയ നിറം നൽകേണ്ട വിഷയമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അജിത്കുമാർ എന്ന് വിചാരിച്ചാൽ അജിത്കുമാറും വത്സൻ തില്ലങ്കേരിയും കണ്ടിട്ടുള്ള അല്ലെങ്കിൽ മറ്റേ ഹൊസബളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ADGP അജിത്കുമാറിൻ്റെ മീറ്റിംഗ് എന്ന് പറയുന്നതൊക്കെ വലിയ സംഭവമായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഈ RSSൻ്റെ രണ്ടാമനാണ് ഹൊസബള എന്ന് പറയുന്നത്. ആ മനുഷ്യനെ കൊച്ചിയിൽ ഇവിടെ വരികയാണ്, നമ്മുടെ എളമക്കരയിലെ പ്രാന്ത കാര്യാലയത്തിൽ വരുന്ന ഘട്ടത്തിൽ അഭിഷേകിന് അദ്ദേഹത്തിന് പോയി കാണാൻ വേണമെങ്കിൽ ആർക്കും കാണാം. അഭിഷേകിന് അവിടെ പോയിട്ട് പ്രാന്ത കാര്യാലയത്തിൽ ചെന്ന സമയത്ത് അവിടെ മുമ്പിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. ഞാൻ ഇന്ന മാധ്യമത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണ്, എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളിൻ്റെ ഇടയിൽ സമയമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണാൻ പറ്റും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനോടോ അദ്ദേഹം നമസ്തേ ബൈറ്റേ എന്ന് പറയും. ഹിന്ദി അറിയെങ്കിൽ ഹിന്ദിയിൽ സംസാരിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാം. ഇല്ലെങ്കിൽ അത് നമുക്ക് കൺവേർട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഒരാൾ അവിടെ ഉണ്ടാവും. അതനുസരിച്ച് നമുക്ക് സംസാരിക്കാം, ഒരു ചായ കുടിക്കാം, അദ്ദേഹത്തോട് നന്ദി പറയാം, അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് സംസാരിച്ച് പോകാം. അത്രയും ആക്സസബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. പിണറായി വിജയനെ പോലെ 100 കടമകൾ, അതേ പറയാം, ബ്രാഞ്ച് സെക്രട്ടറിക്കോ ജില്ലാ സെക്രട്ടറിക്കോ കാണണമെങ്കിൽ പോലും 100 കടമകൾ കടന്നുപോയി കാണേണ്ട വ്യക്തിയല്ല RSSൻ്റെ രാജ്യത്തെ രണ്ടാമനായിട്ടുള്ള വ്യക്തി. മോഹൻ ഭാഗവത് എന്ന് പറയുന്ന RSSൻ്റെ രാജ്യത്തിൻ്റെ സർസംഘചാലകനെ കാണണമെങ്കിൽ പോലും നമുക്ക് ആക്സസബിൾ ആണ്. അദ്ദേഹത്തിനെ കാണാം. അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് അദ്ദേഹത്തെ കാറ്റഗറിയിലുള്ള ആളാണ്. അതെ, അദ്ദേഹത്തിന് നമുക്ക് നമ്മുടെ ഒരു കാറ്റഗറി, നമ്മുടെ ഒരു സ്വഭാവം, നമ്മുടെ ഒരു കേസ് ഹിസ്റ്ററിയൊക്കെ എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ചിനോട് നേരത്തെ നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അന്വേഷിക്കുമായിരിക്കും. വലിയ പ്രശ്നക്കാരനാണെങ്കിൽ കാണാൻ വേണ്ടി സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രശ്നക്കാരനല്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ADGP പോലെയുള്ള പദവിയിലിരിക്കുന്ന വ്യക്തിയൊക്കെ ആണെങ്കിൽ കാണുന്നതിൽ എന്താ തെറ്റ്? കാണുന്നതിൽ തെറ്റൊന്നുമില്ല. അതിന് രാഷ്ട്രീയ നിറം കൊടുക്കുന്നതിലാണ് തെറ്റ്. അപ്പോൾ ADGP അജിത് കുമാറുമായിട്ട് വത്സൻ തില്ലങ്കേരി വയനാട്ടിൽ വെച്ച് സംസാരിച്ചു. കേരള പോലീസിൽ RSS സ്വഭാവമുള്ള പോലീസുകാർ വർദ്ധിക്കുന്നു എന്നൊക്കെയാണ് PV അൻവറിൻ്റെ ആരോപണം വരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരളത്തിൽ എന്തൊക്കെ രാഷ്ട്രീയ മാറ്റം ഈ ഒരു കൂടിക്കാഴ്ച കൊണ്ട് ഉണ്ടാകുമെന്ന് കണ്ടറിയാം.